ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇത് നല്ല ഹെൽത്തിയുമാണ്, ഒപ്പം നല്ല ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്നും നമുക്ക് കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു 1 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ച ശേഷം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മധുരം കണക്കായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. 2 അച്ച് ധാരാളം മതി. ഈ ശർക്കര നമുക്ക് ഒന്നെങ്കിൽ പൊടിച്ചിട്ടിടാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഉരുക്കിയ ശേഷം ഗോതമ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക ഒന്ന് ചതച്ച ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യം തേങ്ങയാണ്. ഞാൻ ഇതുപോലെ ഒരു 1/2 കപ്പ് ഫുള്ള് തേങ്ങ എടുത്തിട്ടില്ല. തേങ്ങ ഒത്തിരി ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 കപ്പ് തേങ്ങ എടുക്കാം. കുതിർത്ത് വെച്ചിരുന്ന ആ ഗോതമ്പിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പാണല്ലോ നമ്മൾ എടുത്തത്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഗോതമ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം കുറച്ച് വെച്ചു. ഇനി നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ആ ശർക്കര ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മധുരം ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു അല്പം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ കഴിക്കുന്നത് തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ശർക്കരയും തേങ്ങയും ഇട്ട് വേവിച്ചെടുത്ത് നുറുക്ക് ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇതുപോലെ പച്ചരി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒക്കെ ഓർക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.